നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 24-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് തന്നെ കമൻറ്റിന് നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വില ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപയും വാണിജ്യ സിലിണ്ടറുകൾക്ക് 1115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. നിലവിൽ വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കാത്ത പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിലാണ് പാചകവാതകത്തിൻ്റെ അളവ് കുറച്ച് വില കുറയ്ക്കാനായിട്ട് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നതായിട്ട് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കമ്പനികളുടെ കണക്കനുസരിച്ച് 14 കിലോഗ്രാം സിലിണ്ടർ ഒരു കുടുംബത്തിന് 35 മുതൽ 40 ദിവസം വരെ ഉപയോഗിക്കാം. എന്നാൽ ഇത് 10 കിലോഗ്രാം ആക്കി കുറച്ചാൽ ഏകദേശം ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എങ്കിലും നിലവിലത്തെ LPG ബുക്കിംഗ് ഇടവേള 25 നിന്നും 45 ദിവസമാക്കി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സിലിണ്ടറിലെ അളവ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഈ കാലയളവ് കൂടി കുറച്ചില്ലെങ്കിൽ ഉപഭോക്താക്കൾ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഈ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചാൽ ബോട്ടിലിംഗ് പ്ലാന്റുകളിൽ തൂക്ക സംവിധാനം പുനഃക്രമീകരിക്കുകയും പുതിയ അളവ് രേഖപ്പെടുത്തിയ സ്റ്റിക്കറുകളൊക്കെ തന്നെ സിലിണ്ടറുകളിൽ പതിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയിലെ പ്രതിദിന LPG ഉപയോഗമായിട്ടുള്ള 93,500 ടണ്ണിൽ 86% ഗാർഹിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. രാജ്യത്തെ ഉൽപ്പാദനം 40% മാത്രമായതിനാൽ തന്നെ ബാക്കി 60% ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് എത്തിയിരുന്നത് എങ്കിലും ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി ഇറക്കുമതി പ്രതിസന്ധിയിലായി. എങ്കിലും ഇറാനിൽ നിന്നും 3 ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചത് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ 14 കിലോയ്ക്ക് പകരമായിട്ട് 10 കിലോയുടെ സിലിണ്ടറുകളാകും ലഭ്യമാകുക എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. അളവ് കുറയുന്നതോടുകൂടി സിലിണ്ടർ പെട്ടെന്ന് തീരുകയും അടിക്കടി സിലിണ്ടറുകൾ മാറ്റേണ്ടി വരുന്നതും സാധാരണക്കാർക്ക് അധിക ബാധ്യതയാകും. പ്രത്യേകിച്ചും 5 കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് ഈടാക്കരുത് എന്ന നിയമം നിലനിൽക്കുമ്പോഴും പലയിടത്തും 50 മുതൽ 100 രൂപ വരെ അധികമായിട്ട് വാങ്ങുന്നുണ്ട്. നിലവിലെ ഗ്യാസ് ക്ഷാമം കാരണം വിതരണക്കാരോട് തർക്കിക്കാതെ ഈ തുക നൽകിക്കൊണ്ട് സിലിണ്ടർ വാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9-ാം തീയതി പൊതു അവധി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9 വ്യാഴാഴ്ച നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പൊതു അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിരിക്കുകയാണ്. സംസ്ഥാനത്തെ വാണിജ്യ സ്വകാര്യ സ്ഥാപനങ്ങളിലെ അടക്കം എല്ലാ ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടിയ അവധിയായിരിക്കും അന്ന് ലഭിക്കുക. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം എല്ലാ സ്വകാര്യ സംരംഭങ്ങൾ, സ്വകാര്യ വ്യാവസായിക കേന്ദ്രങ്ങൾ, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. എല്ലാ ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടിയ അവധി നൽകണം. നിയോജക മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ദിവസവേതന തൊഴിലാളികൾക്കും ശമ്പളത്തോടു കൂടി അവധി നൽകണം. താൽക്കാലിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടിയ അവധി അനുവദിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 നടക്കും. മെയ് 4 വോട്ടെണ്ണൽ. കേരളത്തിനൊപ്പം തന്നെ ആസാം, അതോടൊപ്പം തന്നെ പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടക്കും. ഏപ്രിൽ 23 തെമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുക. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 23 ഒന്നാം ഘട്ടവും ഏപ്രിൽ 29 രണ്ടാം ഘട്ടവും നടക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ മെയ് 4-ാം തീയതിയായിരിക്കും നടക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസുകളോ മറ്റ് ടേം ഇൻഷുറൻസുകളോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ ഇൻഷുറൻസ് മേഖലയിലൊക്കെ തന്നെ വ്യാപകമായിട്ട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് അധികൃതർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഓൺലൈൻ വഴിയോ വെബ്സൈറ്റുകൾ വഴി സെർച്ച് ചെയ്യുമ്പോഴൊക്കെ തന്നെ കാണുന്ന അവിശ്വസനീയമായിട്ടുള്ള ഓഫറുകളിൽ ആകൃഷ്ടരായിക്കൊണ്ട് പോളിസികൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പലപ്പോഴും ഇത്തരം ആകർഷകമായിട്ടുള്ള ഓഫറുകൾ വ്യാജമായിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിനാൽ ഒരു പോളിസി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പോളിസി ഹോൾഡറുടെ വിവരങ്ങൾ, പോളിസി നമ്പർ, കവർ ചെയ്യുന്ന രോഗങ്ങൾ എന്നിവ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. സംശയങ്ങൾ ചോദിച്ചറിയാൻ ഔദ്യോഗിക ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഉണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. അംഗീകൃത ഏജന്റുമാരുമായിട്ടോ ഇൻഷുറൻസ് കമ്പനികളുടെ ഔദ്യോഗിക സംവിധാനങ്ങളുമായോ മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് ഇടപാടുകൾ നടത്തുക. ഇൻഷുറൻസിനായിട്ട് എല്ലാവരും തിരക്ക് കൂട്ടുന്ന ഈ സമയത്ത് ക്ലെയിമുകൾ നൽകാത്ത വ്യാജ കമ്പനികളുടെ കെണിയിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പ്രീമിയം പെട്രോളിൻ്റെ വില വർധനവിന് പിന്നാലെ സാധാരണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുമെന്ന ആശങ്ക വർദ്ധിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ഇനിയും കൂടിയാൽ എണ്ണ കമ്പനികൾ വില വർധനവിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതിനിടെ രൂപയുടെ മൂല്യത്തിൻ്റെ റെക്കോർഡ് തകർച്ച തുടരുന്നതും വിലക്കയറ്റത്തിന് വഴിയൊരുക്കും. കഴിഞ്ഞ ദിവസമാണ് പ്രീമിയം പെട്രോളിൻ്റെ വിലയിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വർധനവ് വരുത്തിയത്. ഇൻഡസ്ട്രിയൽ ഡീസലിൻ്റെ വിലയിൽ 22 രൂപയുടെയും വർധനവായിരുന്നു വരുത്തിയത്.
അതേസമയം ക്രൂഡ് ഓയിൽ വില ഇനിയും വർദ്ധിച്ചാൽ സാധാരണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ക്രൂഡ് ഓയിൽ വിലയിൽ 64% വർധനവ് വന്നതോടെ നിലവിൽ ഒരു ബാരലിൻ്റെ വില $120 എത്തിയിട്ടുണ്ട്. ബാരലിന് $150 എത്തിയാൽ സാധാരണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയും വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. LPG പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സാധാരണക്കാർ കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവീഴും. ഇനിയും യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ തന്നെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച സുപ്രധാന അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നാളെ, അതായത് മാർച്ച് 25 ആദ്യഘട്ട വിതരണം ആരംഭിക്കുകയാണ്. ഏകദേശം 63 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കായിട്ട് മാർച്ച് മാസത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപയാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. ഇതിന് പിന്നാലെ രണ്ടാം ഘട്ട വിതരണം മാർച്ച് 31 ആരംഭിക്കാനാണ് തീരുമാനം. ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ മുൻകൂറായിട്ട് നൽകുന്നതിനാണ് ഈ ഒരു ക്രമീകരണം. പെൻഷൻ തുക നേരിട്ട് കൈപ്പറ്റുന്നവർക്ക് 2 ഗഡുക്കൾ ഒരുമിച്ച് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബാങ്ക് അക്കൗണ്ട് വഴി തുക സ്വീകരിക്കുന്നവർക്ക് ആദ്യഘട്ട വിതരണ സമയത്ത് 2000 രൂപ അക്കൗണ്ടിലെത്തും. തുടർന്ന് രണ്ടാം ഘട്ട വിതരണ സമയത്ത് അടുത്ത ഗഡുവും ലഭ്യമാകും. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ വിതരണ തീയതികളിലോ സമയത്തോ മാറ്റങ്ങൾ വന്നാൽ ഇനി പ്രത്യേക അറിയിപ്പുകൾ ഉണ്ടാകാൻ സാധ്യത കുറവായതിനാലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. 8.5 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര പെൻഷൻ വിഹിതം 200, 300, 500 വീതം ലഭിക്കുന്നവർക്ക് ആവശ്യമായ തുക സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ സംസ്ഥാന കേന്ദ്ര വിഹിതങ്ങൾ ഒരേ സമയത്ത് തന്നെ ഗുണഭോക്താക്കളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വിഷു ഈസ്റ്റർ ആഘോഷങ്ങളോടനുബന്ധിച്ചുകൊണ്ട് സപ്ലൈകോ വഴി ആകർഷകമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയുള്ള മാർച്ച് മാസത്തെ വിതരണവും സജീവമായിട്ട് തുടരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോ വഴി ലഭിക്കുന്ന വിഷു കിറ്റിനെ സംബന്ധിച്ചുള്ളതാണ്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി എന്നിവയും ശബരിയുടെ പായസം മിക്സ്, പായസക്കൂട്ട്, നെയ്യ്, ജീരകം, കടുക്, പുട്ടുപൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം ചായപ്പൊടി എന്നിങ്ങനെ 16 ഇനങ്ങൾ അടങ്ങിയതാണ് ഈ കിറ്റ്. ഏകദേശം 1250 രൂപ വില വരുന്ന ഈ കിറ്റ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 1001 രൂപയ്ക്ക് ഏപ്രിൽ 1 മുതൽ സപ്ലൈകോ വഴി ലഭ്യമാകുന്നതാണ്. കൂടാതെ സപ്ലൈകോയിൽ നിന്നും 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്കായിട്ട് വിഷു കൈനീട്ടം എന്ന പേരിൽ സവിശേഷമായിട്ടുള്ള ഒരു കൂപ്പൺ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന 101 രൂപയുടെ ഇളവ് ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ, അതായത് മെഡിക്കൽ സ്റ്റോറുകളും പെട്രോൾ പമ്പുകളും ഒഴികെ ബാക്കിയുള്ളിടങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് റിഡീം ചെയ്യാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. തിങ്കളാഴ്ച മാർച്ച് 23 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 545 രൂപ കുറഞ്ഞ് 12,835 രൂപയും പവന് 4,360 രൂപ കുറഞ്ഞ് 1,02,680 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.